ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനീസ് ടെക് ഫാക്ടറി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ വിളവെടുത്ത മഞ്ഞളിൽ നിന്നും എങ്ങനെ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാമെന്നും കൂടാതെ ഈ മഞ്ഞൾപ്പൊടിയിൽ നിന്നും സുമംഗലികൾ എന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കുങ്കുമം എങ്ങനെ തയ്യാറാക്കാമെന്നും നോക്കാം. മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2 കിലോഗ്രാം മഞ്ഞൾ എടുത്തിട്ടുണ്ട്. ഇതിന് വിരൽ മഞ്ഞൾ എന്നാണ് പറയുന്നത്. ഇതിലെ മണ്ണൊക്കെ കളയുന്നതിന് വേണ്ടി 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം. ഇനി ഇത് നന്നായി കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ തൊലി കളഞ്ഞോ കളയാതെയോ നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിതിൻ്റെ തൊലി കളയുന്നില്ല. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് മാറ്റി നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മഞ്ഞളിന് നല്ല വേവാണുള്ളത്, അതുകൊണ്ട് 7-8 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. മഞ്ഞൾ കുക്കായിട്ടുണ്ട്. ഇതിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ വെടിച്ച് വരണം, അതാണ് പാകം. അതായത് നമ്മുടെ കപ്പയൊക്കെ വേവിക്കുന്നത് പോലെ. ഇത് സ്റ്റെയിൻ ചെയ്ത് നന്നായി ആറിയ ശേഷം ചെറുതായി കട്ട് ചെയ്തെടുക്കണം. നീളത്തിലോ വട്ടത്തിലോ നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. എളുപ്പം ഉണങ്ങുന്നതിനാണിത്. ഉണക്കിയെടുത്ത ഈ മഞ്ഞളിനി മില്ലിൽ കൊടുത്തോ മിക്സിയിലിട്ടോ നമുക്ക് പൊടിച്ചെടുക്കാം. മില്ലിൽ കൊടുത്ത് മഞ്ഞൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. തൊലി കളയാതെ പൊടിച്ചത് കൊണ്ട് അല്പം തരികളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇതൊന്ന് നന്നായി അരിച്ചെടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി റെഡിയായിട്ടുണ്ട്. ഇനി ഈ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് നമുക്ക് കുങ്കുമം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കുങ്കുമം തയ്യാറാക്കുന്നതിന് വേണ്ടി 4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചുണ്ണാമ്പ് തരികളൊന്നുമില്ലാതെ വെള്ളത്തിൽ കലർത്തിയെടുത്തത്, 1 ചെറുനാരങ്ങ, ഇത് പിഴിഞ്ഞ് കുരുവെല്ലാം കളഞ്ഞ് നീരെടുക്കണം. കൂടാതെ 2 ടീസ്പൂൺ ശുദ്ധമായ പശുവിൻ നെയ്യ് കൂടി വേണം. അവസാനം ചേർക്കാനുള്ളതാണിത്. ആദ്യം ചെറുനാരങ്ങ നീരൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചുണ്ണാമ്പ് നീര് ചേർത്ത് വീണ്ടും കൈകൊണ്ട് തിരുമിയെടുക്കണം. എല്ലായിടത്തും കലർന്നു വരുന്നതിന് വേണ്ടി നമുക്ക് അല്പം വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളത്തിന് പകരം പനിനീരും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു 5 മിനിറ്റ് നന്നായി മിക്സ് ചെയ്യണം. അപ്പോഴേക്കും നിറം മാറി വരുന്നതായി കാണാം. ഇപ്പോൾ നന്നായി നിറം വന്നിട്ടുണ്ട്. ഈർപ്പമുള്ളതുകൊണ്ട് ഇതിനി ഉണക്കിയെടുക്കണം. ഉണക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല വെയിലത്ത് വെച്ച് നേരിട്ട് തന്നെ ഉണക്കിയെടുക്കാതെ തണലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്ത കുങ്കുമം അല്പം തരിതരിപ്പായിരിക്കും, അതുകൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അങ്ങനെ അരിച്ചെടുത്ത കുങ്കുമമാണിത്. തരിതരിപ്പായതുകൊണ്ട് ഇത് പെട്ടെന്ന് സ്റ്റിക്കാകില്ല. അതിനുവേണ്ടി 2 ടീസ്പൂൺ ശുദ്ധമായ നെയ്യ് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുങ്കുമം റെഡിയായിട്ടുണ്ട്. നമുക്കണിയാനുള്ള കുങ്കുമം നമുക്ക് തന്നെ തയ്യാറാക്കാവുന്നതേയുള്ളൂ. വലത് കൈയിലെ മോതിരവിരൽ ഉപയോഗിച്ചാണ് സീമന്തരേഖയിൽ കുങ്കുമം അണിയേണ്ടതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ദീർഘസുമംഗലീ ഭവ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അണ്ടിൽ ദെൻ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.